ഇടുക്കി കോൺഗ്രസിൽ പൊട്ടിത്തെറി തുടരുന്നു. ഡീൻ കുര്യാക്കോസിനെതിരായ മോശം പരാമർശം ചോദ്യം ചെയ്ത പ്രവർത്തകനോട് അസഭ്യം പറഞ്ഞു DCC അധ്യക്ഷൻ CP മാത്യു. DCC അധ്യക്ഷനും പ്രവർത്തകനും പരസ്പരം അസഭ്യം പറയുന്നതിന്റെ ശബ്ദരേഖ പുറത്തുവന്നു. DCC പ്രസിഡന്റിനെതിരായ പ്രതിഷേധം ഇടുക്കിയിൽ രൂക്ഷമാവുകയാണ്. ഈ നമ്മൾ എന്നെ ഒരു വിവാദമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നേ എന്നാ കാരണം എന്നാ വിവാദമായിട്ട് ഓരോ കാര്യം ഇന്നൊരു വിവാദം ഉണ്ടാക്കുന്നത് നിങ്ങൾ പ്രസിഡന്റാണ്, കാര്യം ശരിയാണ്. ഇങ്ങനെ വിവാദമായിട്ട് എല്ലാ ദിവസവും ഞങ്ങളെ ബാലുവിന്റെ പിന്തുണമാക്കാരാ. ഞങ്ങക്ക് ബാലുവണ്ണം കഴിഞ്ഞ് വേറെ ഒന്നുമല്ല. നിങ്ങള് ഡീൻ കുര്യാക്കോസിനെ മോശമായിട്ട് സംസാരിക്കുന്നു. നിങ്ങൾ ഒരു പ്രസിഡന്റ് അല്ലേ? നിങ്ങൾ സംസാരിക്കുന്ന ആരാന്നാ ചോദിച്ചത്? ഞാൻ അനീഷാണ്, വണ്ടിപ്പെരിയാറ്റിന്ന്. അനീഷ് എന്നാ ഔദ്യോഗിക സ്ഥാനം? എന്റെ ഔദ്യോഗിക സ്ഥാനം വണ്ടിപ്പെരിയാറ്റി ചോദിച്ചാ പറയും, അവര് പറയും. എനിക്ക് അതിന് സമയമില്ല. എന്റെ ഔദ്യോഗിക സ്ഥാനം എന്നത് സൗകര്യം എന്നെ പറയാതെ സംസാരിക്കാം. ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോയാലേ നീ ഒരുപാട് ഇങ്ങോട്ട് വലത്തരുതേ കേട്ടോ. ഏതാ ശരിടാ. നിരന്തരം പ്രവർത്തകരെ അധിക്ഷേപിച്ച് DCC അധ്യക്ഷർ സംസാരിക്കുന്നത് ചൂണ്ടിക്കാട്ടി AICC-ക്കും KPCC-ക്കും യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ജോയ് മോനാണ് ചേരുന്നത്. ജോയ് മോൻ, ഏതായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നു DCC അധ്യക്ഷനെതിരെ എന്നുള്ളതാണ്. ഈ ഡീൻ കുര്യാക്കോസിനെതിരെ വലിയ വിമർശനവും അധിക്ഷേപവും ഒക്കെ ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ പ്രവർത്തകർ DCC അധ്യക്ഷനെതിരെ ഈ ഒരു സമയത്ത് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്? സ്വാതി, ഇടുക്കി DCC അധ്യക്ഷനായ CP മാത്യുവിനെതിരെ വലിയ പ്രതിഷേധമാണ് ജില്ലയിലൊട്ടാകെയുള്ള പ്രവർത്തകരുടെയും അതുപോലെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇടുക്കി MP ഡീൻ കുര്യാക്കോസിനെതിരെ CP മാത്യു നടത്തിയ പരാമർശങ്ങളാണ് ഇത്തരത്തിൽ അണികളെയും മറ്റ് പ്രവർത്തകരെയും ഒക്കെ ചൊടിപ്പിച്ചത്. കാരണം നമുക്കറിയാം, ഡീൻ്റെ MP സ്ഥാനത്തെ അടക്കം ചോദ്യം ചെയ്ത്, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം UDF ഇടുക്കി ജില്ലയിൽ സ്വന്തമാക്കിയപ്പോൾ അതിനുവേണ്ട യാതൊരുവിധ കാര്യങ്ങളും MP എന്ന നിലയിൽ DCC-ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയോ ഡീൻ കുര്യാക്കോസ് നടത്തിയില്ല. അദ്ദേഹത്തിൻ്റെ MP സ്ഥാനമാണെങ്കിലും അത് PT തോമസിൻ്റെ അടക്കം അധ്വാനത്തിൻ്റെയൊക്കെ ഫലമാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ CP മാത്യു പറഞ്ഞു വെക്കുന്നത്. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് പല പ്രവർത്തകരും, അതായത് DCC ജനറൽ സെക്രട്ടറി അടക്കമുള്ള ബിജു മാണി അടക്കമുള്ളവർ സമൂഹ മാധ്യമത്തിലും അല്ലാണ്ടുമൊക്കെ CP മാത്യുവിനെതിരെ വിമർശനവുമായി രംഗത്തെത്തുന്നുണ്ട്. അതായത് പല ഘട്ടങ്ങളിൽ, അതായത് നമുക്കറിയാം, മുൻപും പല കാലയളവിലും വിവാദമായ പല പരാമർശങ്ങൾ നടത്തി പാർട്ടിയെ വെട്ടിലാക്കിയിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് DCC അധ്യക്ഷനായ CP മാത്യു. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയതെന്നും ഇനിയും ഡീൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്, കൂടുതൽ പറയാനും തനിക്ക് മടിയില്ല എന്നായിരുന്നു അവസാനമായി CP മാത്യു നടത്തിയ പ്രതികരണം. എന്തായാലും വലിയൊരു വിവാദം അല്ലെങ്കിൽ വലിയൊരു വെട്ടിലേക്കാണ് ജില്ലാ നേതൃത്വത്തെ ഈ പോര് എത്തിച്ചിരിക്കുന്നത്. അതായത് പാർട്ടിക്കുള്ളിലെ പല നേതാക്കന്മാരും വലിയ അണികളും അടക്കം ഇന്ന് നമ്മളാളും കണ്ടു. അതായത് ഒരു വണ്ടിപ്പെരിയാറുള്ളൊരു അണികളാണ് ഇത് ഫോണിൽ CP മാത്യുമായി സംസാരിക്കുന്നതിനിടെയാണ് ഇവർ തമ്മിൽ വലിയ ചീത്തവിളിയും അസഭ്യ വർഷവും ഒക്കെ സംഭവിക്കുന്നത്. ഇതെല്ലാം പറയുന്നത് ഡീൻ കുര്യാക്കോസിനെതിരെ നടത്തിയ വിമർശനം ചോദ്യം ചെയ്തുകൊണ്ട് തുടങ്ങിയ ഫോൺ സംഭാഷണമാണ് പിന്നീട് വലിയ ചീത്തവിളിയിലേക്കും അസഭ്യ വർഷങ്ങളിലേക്കും ഒക്കെ നടന്നത്. അതുപോലെ തന്നെ ആയാലും പല ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവർ ഇത്തരത്തിൽ CP മാത്യുവിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് AICC-ക്കും അതുപോലെ തന്നെ KPCC-ക്കും അടക്കം പരാതി നൽകിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ പാർട്ടിയെ തരം താഴ്ത്തുന്ന അല്ലെങ്കിൽ പാർട്ടിയെ ചെളിക്കുണ്ടിലാക്കുന്ന പ്രതികരണങ്ങൾ പലപ്പോഴും CP മാത്യു നടത്തുന്നുണ്ട്. അത് പാർട്ടിക്കെതിരെയും പാർട്ടി നേതാക്കൾക്കെതിരെയും നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ സമീപനം അല്ലെങ്കിൽ CP മാത്യു DCC അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന CP മാത്യുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രതികരണങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ അത് പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പല പ്രവർത്തകരും അതുപോലെ നേതാക്കളും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഇടുക്കിയിലെ കാര്യങ്ങൾ കൂടുതൽ കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്നതോറും. അതായത് ഇന്നലെ പല നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു, ബിജു മാണി അടക്കമുള്ള നേതാക്കൾ. ഇടുക്കിയിൽ കോൺഗ്രസിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. DCC അധ്യക്ഷന്റെ പരാമർശങ്ങളൊക്കെ പ്രവർത്തകരെ വലിയ തരത്തിൽ ചൊടിപ്പിക്കുന്നുണ്ട്. ആ വിവരങ്ങളാണ് ജോയ് മോൻ നൽകിയത്.